തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് CPIM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് UDF തരംഗത്തിൽ പിടിച്ചു നിൽക്കാനായെങ്കിലും ജില്ലയിൽ ജനപിന്തുണ ഇടിഞ്ഞെന്ന് യോഗത്തിൽ വിമർശനമുയർന്നു. ഇരിങ്ങാലക്കുടയിൽ ഏരിയ കമ്മിറ്റികൾക്ക് പരാജയം. മണ്ഡലത്തിൽ നിന്നുള്ള MLA ആയിരുന്നിട്ടും ബിന്ദു തൃശൂരിൽ താമസിച്ചത് തിരിച്ചടിയായി. പൊതിച്ചോറ് വിതരണം മാത്രം നടത്തുന്ന സംഘടനയായി DYFI മാറിയെന്നും ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനമുയർന്നു. വിശദാംശങ്ങളുമായി ലെവിൻ K. വിജയനാണ് ചേരുന്നത്. ലെവിൻ, നേരത്തെ മനീഷ് ഐഷ മാത്യു സംസാരിച്ചതുപോലെ എല്ലാ തലത്തിലും, ബ്രാഞ്ച് തലത്തിൽ മുതൽ അങ്ങ് മേലോട്ട് നോക്കിയാൽ എല്ലാ തരത്തിലുമുള്ള പ്രതിഷേധ സ്വരങ്ങളാണ് പാർട്ടിയിൽ നിന്നും കേൾക്കുന്നത്. CPIM എന്നൊരു പാർട്ടി അല്ലെങ്കിൽ DYFI പോലൊരു സംഘടന പൊതിച്ചോറ് വിതരണം മാത്രം നടത്തുന്ന ഒരു സംഘടനയായി മാറി എന്നത് വരെ എത്തി ഇപ്പോൾ വിമർശനങ്ങൾ. മറ്റെന്തൊക്കെയാണ് ഈ തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ എണ്ണിപ്പറഞ്ഞ വീഴ്ചകൾ? ഇന്ന് നടന്ന തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് നിശിതമായ വിലയിരുത്തലുകളും സ്വയം വിമർശനങ്ങളും ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന മറ്റ് ജില്ലകളിൽ നടന്ന ജില്ലാ കമ്മിറ്റികളിൽ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിലൊക്കെ നിശിതമായ വിമർശനങ്ങൾ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനും സംസ്ഥാന സെക്രട്ടറിക്കും മുൻ മുഖ്യമന്ത്രിക്കുമെതിരെ ഉണ്ടായെങ്കിലും തൃശൂരിൽ നടന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇതുവരെയും അത്തരത്തിലുള്ള വിമർശനങ്ങൾ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കുമെതിരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതും പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജുവും കേന്ദ്ര കമ്മിറ്റി അംഗം K. രാധാകൃഷ്ണനുമാണ് യോഗത്തിൽ CPM ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളുടെ ഭാഗമായി പങ്കെടുത്തിട്ടുള്ളത്. പക്ഷേ നിശിതമായ വിമർശനങ്ങൾക്ക് നാളെയും മറ്റന്നാളുമായി നടക്കുന്ന ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ വേദിയാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPM-ന്റെ കമ്മിറ്റികളിൽ ബ്രാഞ്ച് തലം മുതൽ എല്ലാ ഘടകങ്ങളിലും വിമർശനങ്ങൾ തുറന്നു പറയാനും വിലയിരുത്തലുകൾ പറയാനും പാർട്ടി പ്രവർത്തകർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനുമുള്ള അവസരമുണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളിൽ തീരുമാനമായതായിരുന്നു. അതനുസരിച്ചുകൊണ്ടുള്ള വിമർശനങ്ങൾ നാളെ നടക്കുന്ന യോഗങ്ങളിൽ ഉണ്ടാകും. ഇന്ന് നടന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ പ്രധാനമായും ഉണ്ടായ വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും വിജയിച്ച 9 മണ്ഡലങ്ങളിലും മുൻ വർഷങ്ങളിലും പാർട്ടിക്ക് വലിയ വോട്ട് വീഴ്ച ഇടിവ് തന്നെ ഉണ്ടായിട്ടുണ്ട്. ജില്ലയിൽ താരതമ്യേന സംസ്ഥാനത്തെമ്പാടും UDF തരംഗത്തിൽ തകർന്നു പോയ പല മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പുകളിലുമെല്ലാം ജില്ലയിൽ തൃശൂരിൽ സംബന്ധിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കാനായി 9 മണ്ഡലങ്ങളിൽ വിജയിക്കാനായപ്പോഴും 3 സീറ്റുകൾ കുറഞ്ഞു, 1 ലക്ഷത്തിലധികം വോട്ടുകൾ കുറഞ്ഞു. സംസ്ഥാന സമിതി അംഗവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന ബിന്ദുവിന്റെ പരാജയത്തെക്കുറിച്ച് പ്രത്യേകമായ ചർച്ചകൾ നടന്നു. ഇരിങ്ങാലക്കുടയിലും തൃശൂരിലും ഏരിയ കമ്മിറ്റികൾ വൻ പരാജയമെന്നുള്ള വിലയിരുത്തലിലേക്ക് ജില്ലാ സെക്രട്ടേറിയറ്റ് എത്തി. സംഘടനാ ദൗർബല്യം സംഭവിച്ച 2 കമ്മിറ്റികളും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തി. ഇരിങ്ങാലക്കുടയിൽ UDF-നുള്ളിലെ അനൈക്യവും കോൺഗ്രസ് നേതാവ് MP ജാക്സനെതിരായിട്ടുള്ള വിവാദങ്ങളും ഏരിയ കമ്മിറ്റിക്ക് മുതലാക്കാനായില്ല. തൃശൂർ ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ 10 ബൂത്തുകളിൽ 50-ൽ താഴെ വോട്ടുകൾ കുറഞ്ഞത് സംഘടനാ ദൗർബല്യം വ്യക്തമാക്കുന്നു. മണ്ഡലത്തിന്റെ MLA-യും മന്ത്രിയുമായിരുന്ന പ്രൊഫസർ ബിന്ദു തൃശൂരിൽ താമസിച്ചത് ജനങ്ങളിൽ നിന്ന് അകറ്റി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവായ ബിന്ദുവിന് വേണ്ടി സംഘടന നടത്തിയ പ്രവർത്തനങ്ങൾ ഫലപ്രദമായിരുന്നില്ല. ചാലക്കുടിയിലെ കോൺഗ്രസ് കൗൺസിലറെ സ്ഥാനാർത്ഥിയാക്കിയ തീരുമാനം വലിയ പാളിച്ചയായിരുന്നു. കേരള കോൺഗ്രസ് എന്തായാലും CPIM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റിലും നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നു വന്നത്. ലെവിൻ K. വിജയനാണ് വിവരങ്ങൾ നൽകിയത്.